ഏവർക്കും മാസ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ പുതിയതായി പരിചയപ്പെടാൻ പോകുന്ന വിഷയം അംഗപരിമിതർക്ക് അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഗവൺമെന്റ് നൽകുന്ന പലതരത്തിലുള്ള ഐഡന്റിറ്റി പ്രൂഫുകൾ ഏകീകൃത സ്വഭാവമുള്ള യുണീക്ക് ഡിസബിലിറ്റി ഐഡിയായി മാറ്റിയിട്ടുണ്ട്. അതിനായി ഇനിയും അപേക്ഷിക്കാത്തവർക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് പരിചയപ്പെടുത്തുന്ന മലയാളം വീഡിയോയാണ് ഇന്നത്തെ വിഷയം. അതിനായി നേരിട്ട് സ്വയം ചെയ്യുകയോ ഏറ്റവും അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ എത്തിയോ ഈ സേവനം കരസ്ഥമാക്കാവുന്നതാണ്. ഇതിനായി വൈകല്യമുള്ള ആളിൻ്റെ ആധാർ കാർഡ്, ഒരു ഫോട്ടോ, ഒപ്പ് അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ ഇത്രയും ആവശ്യമാണ്. കൂടാതെ മൊബൈൽ നമ്പർ, മറ്റ് അത്യാവശ്യ വിവരങ്ങൾ എന്നിവ കൂടി ആവശ്യമുണ്ട്. കൂടാതെ വൈകല്യം തെളിയിക്കുന്ന രേഖകൾ കയ്യിൽ കരുതുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ഈ തന്നിരിക്കുന്ന പേജിൽ മുകളിലായി നമുക്ക് അപേക്ഷ അയക്കുന്നതിനുള്ള വെബ്സൈറ്റിൻ്റെ അഡ്രസ് നൽകിയിരിക്കുന്നു. ആ വെബ്സൈറ്റിലേക്ക് പോകുക. അല്ല എങ്കിൽ ബ്രൗസറിൽ ഗൂഗിൾ സെർച്ച് വിളിച്ച് അതിൽ യുണീക്ക് ഡിസബിലിറ്റി ID എന്ന് കൊടുത്ത് സെർച്ച് ചെയ്താൽ മതിയാകും. അപ്പോഴും ഈ വെബ്സൈറ്റ് അഡ്രസ് തന്നെ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആയിരിക്കും ലഭിക്കുന്നത്. സ്ക്രീൻ മുഴുവൻ പരതി നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ വലതുവശത്തായി രജിസ്റ്റർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്താൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി രജിസ്ട്രേഷൻ എന്ന ഫോം നിങ്ങൾക്ക് കാണാൻ കഴിയും. തന്നിരിക്കുന്ന ഫോം ആണ് ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഈ ഫോമിൻ്റെ ഡിഫാൾട്ട് ലാംഗ്വേജ് ഹിന്ദി ആയിരിക്കും. അത് മാറി നമ്മുടെ റീജിയണൽ ലാംഗ്വേജായ മലയാളം സെലക്ട് ചെയ്യുക. ശേഷം ഫോമിലെ വിവരങ്ങൾ നോക്കി മനസ്സിലാക്കി ഇംഗ്ലീഷിലും നമ്മുടെ റീജിയണൽ ലാംഗ്വേജായ മലയാളത്തിലും പൂരിപ്പിക്കുക. പൂരിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് സഹായത്തിൻ്റെ ആവശ്യമില്ല. നോക്കി നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഡിസബിലിറ്റി ഉള്ള ആളിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷനും അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് തന്നിരിക്കുന്ന അളവിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ചില ഭാഗങ്ങളൊക്കെ വ്യക്തമായി കാണാൻ കഴിയാത്ത വിധം മറച്ചിട്ടുണ്ട്. അത് ഈ ഫോമിലെ ആളിൻ്റെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കറസ്പോണ്ടൻസ് അഡ്രസ് പൂരിപ്പിക്കുന്നതിനുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ്, അതായത് ആധാറോ അങ്ങനെയുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക.
നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്തത് കറസ്പോണ്ടൻസ് അഡ്രസ്സാണ്. താഴെ പെർമനന്റ് അഡ്രസ് എന്ന ഭാഗത്ത് ഇതേ അഡ്രസ് തന്നെയാണ് പെർമനന്റ് അഡ്രസ് എങ്കിൽ സെയിം ആസ് എബോവ് എന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് പോകാവുന്നതാണ്. ഡിസബിലിറ്റിയുള്ള ആളിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് എത്തിയിരിക്കുന്നു. ഡിസബിലിറ്റി ഡീറ്റെയിൽസിൽ ആദ്യത്തെ ചോദ്യം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ ഇല്ലയോ എന്നാണ്. ഉണ്ട് എങ്കിൽ യെസ് കൊടുത്ത് മുന്നിലേക്ക് പോവുക, ഇല്ല എങ്കിൽ നോ കൊടുത്ത് മുന്നിലേക്ക് പോവുക. ഇവിടെ യെസ് കൊടുത്ത് മുന്നിലേക്ക് പോയി നമുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ആദ്യം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ശേഷം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പർ, സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ്, ഇഷ്യൂ ചെയ്ത അതോറിറ്റി, ഡിസബിലിറ്റി എത്ര ശതമാനമുണ്ട് തുടങ്ങിയ വിവരങ്ങൾ സെലക്ട് ചെയ്യുക. ഈ വിവരങ്ങളെല്ലാം ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. ഡിസബിലിറ്റി ടൈപ്പ് എന്ന ലിസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കുകയാണ്. എന്ത് ടൈപ്പ് എന്നത് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അത് നോക്കി അത് തന്നെ കൊടുക്കുക. ആ പേജിലെ ആവശ്യമുള്ള വിവരങ്ങളെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായി ഡിസബിലിറ്റി ഉള്ള ആളിൻ്റെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ജോലിക്കാരനാണോ അല്ലയോ, ആണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ്. അവ നോക്കി എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക.
അടുത്ത പേജ് എന്നത് ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നത്. ആധാർ കാർഡ് എന്ന് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ സെലക്ട് ചെയ്തതിനു ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന കോളത്തിൽ തന്നിരിക്കുന്ന ക്യാരക്ടറുകൾ ടൈപ്പ് ചെയ്ത് ലൈസൻസ് അഗ്രിമെന്റ് ചെക്ക് ബോക്സ് ടിക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. CSE കണക്ട് വഴി കണക്ട് ചെയ്ത് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. CSE കണക്ട് വഴി ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ബോക്സ് വരും. അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ നമ്മളുടെ CSE ID സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. സൈൻ ഇൻ ചെയ്ത് അഗ്രിമെന്റ് യെസ് കൊടുത്ത് മുന്നിലേക്ക് നീങ്ങുക. CSE കണക്ട് ചെയ്തതിനു ശേഷം തിരിച്ച് പഴയ പേജിലേക്ക് വരികയും പേയ്മെന്റ് അടയ്ക്കുന്നതിനായി ഫോം വരികയും ചെയ്യും. അതിൽ നിന്നും നമ്മൾ വാലറ്റ് പേയ്മെന്റ് അടച്ചു കൊടുക്കുക. ശേഷം പേയ്മെന്റ് അടച്ച് സബ്മിറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതായി കാണിക്കുന്നു. ഇപ്പോൾ ലഭിച്ച പേജിൽ ആപ്ലിക്കേഷനും റെസിപ്റ്റും ഉണ്ടായിരിക്കും. ഇത് രണ്ടും പ്രിന്റ് എടുത്ത് കൊടുത്താൽ ജോലികൾ അവസാനിക്കുന്നു. പിന്നീട് ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് അപ്രൂവലായി കാർഡ് ഡിസബിലിറ്റി ഉള്ള ആളിന്റെ പോസ്റ്റിൽ വീട്ടിൽ ലഭിക്കുന്നതാണ്. നന്ദി.